മതിലകം ഗ്രാമപഞ്ചായത്ത് 8-ാം വാർഡിൽ റീബിൽഡ് കേരള ഫണ്ട് വിനിയോഗിച്ച് നിർമ്മിച്ച 70-ാം നമ്പർ അംഗൻവാടിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു. ആരോഗ്യം, വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് അധ്യക്ഷയായി. ഇ.ടി. ടൈസൺ എം.എൽ.എ, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി.കെ. ഗിരിജ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹഫ്സ ഒഫൂർ, മതിലകം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി.എസ്. രാജു, ബ്ലോക്ക് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ ബാബു, ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയ ഹരിലാൽ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം.കെ. പ്രേമാനന്ദൻ, വാർഡ് മെമ്പർ സുമതി സുന്ദരൻ, മതിലകം CDPO കെ. ലളിത, മതിലകം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ.എസ്. രാമദാസ്, ICDS സൂപ്പർവൈസർ PR രാധിക, അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ. വിദ്യ തുടങ്ങിയവർ സംസാരിച്ചു. അംഗൻവാടിക്ക് വേണ്ടി സൗജന്യമായി ഭൂമി വിട്ടുനൽകിയ കോട്ടയ്ക്കൽ ഉണ്ണികൃഷ്ണനെ ചടങ്ങിൽ ആദരിച്ചു. വിളിക്കാൻ കഴിയുന്ന കേന്ദ്രമായിരുന്നു ബാലവാടി. അത്രയും ഇതായിരുന്നു. ബാലവാടിയിലെ ആനുകൂല്യങ്ങൾ സംബന്ധിച്ച് എപ്പോഴും പൊതുസമൂഹം ചർച്ച ചെയ്യുന്നുണ്ട്. പോരാന്നൊക്കെയുണ്ട്. പോരാ, ഞങ്ങളുടെ അഭിപ്രായം അതാണ്. കുറച്ചും കൂടെ കൂട്ടിയൊക്കെ തരണം എന്ന് തന്നെയാണ്. ഒരു പ്രശ്നമില്ല. നിങ്ങൾ ഏറ്റവും കൂടുതൽ ശമ്പളം കിട്ടുന്ന ആൾ ആരായിരിക്കണം എന്നറിയോ? ഞങ്ങളുടെ മനസ്സിൽ അത് അംഗൻവാടിയിലെ ടീച്ചർമാർക്കായിരിക്കണം ഏറ്റവും കൂടുതൽ ശമ്പളം കിട്ടുന്ന ആളുകളെന്നാണ്. കോളേജിലല്ല കൊടുക്കുന്നത്. പക്ഷെ അതിനൊപ്പം തന്നെ പറയുമ്പോൾ നിങ്ങൾ വിഷമം തോന്നരുത്. ഏറ്റവും കൂടുതൽ ക്വാളിഫിക്കേഷൻ ഉള്ളതും ആരായിരിക്കണം? അംഗൻവാടി ടീച്ചർമാരൊക്കെ ആയിരിക്കണം.